ബാർ അറ്റാച്ച്ഡ് ആണോ? ഏത് ബാർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റും. മിനി ഗോവ, ഗഞ്ച ക്യാപിറ്റൽ, യോഗ ഹബ്, ന്യൂ ഗോവ, അങ്ങനെ ഒരുപാട് നോമൻ ക്ലച്ചറുള്ള ഗോകർണയിലേക്കാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത്. ഗോകർണ പോകുന്ന വഴിക്ക് ചെറുപ്പകാലത്തിൽ ഞാൻ ചെയ്തിരുന്നൊരു സംഭവമുണ്ട്. ചെറിയ സംഭവങ്ങളെ കൂട്ടി വെച്ചിട്ട് ഒരു ചെറിയൊരു ഷോപ്പ്, അങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയാണ്. ചെറിയൊരു ചെക്കൻ നടത്തുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് പൈനാപ്പിളും നെല്ലിക്കും കോഴിമുട്ടൊക്കെ വെച്ചിട്ടുണ്ടാവാൻ ചെറിയൊരു ഷോപ്പ്. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കാറ് നിർത്തി. ഇതാണ് അവൻ്റെ വീട്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കടക്കാരൻ. മൂപ്പരെടുത്ത് നിന്ന് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാമെന്ന് കരുതുന്നു. ഫുൾ ടൈം ഫോഴ്സ്ഡ് ചൈൽഡ് ലേബർ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഫാമിലീൻ്റെ ഉറപ്പോട് കൂടിയിട്ട് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ് ചെയ്യുന്നതിന് ഐ അപ്രീഷിയേറ്റ് ആൻഡ് പ്രൊമോട്ട്. അവനോട് ഞാൻ ചോദിച്ച് ഇങ്ങനെ കിട്ടുന്ന ഇൻകം നീ എന്ത് ചെയ്യുന്നുള്ളത്. അവൻ പറഞ്ഞ് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങും, അവൻ്റെയും അനിയൻ്റെയും, പിന്നെ കുറച്ച് ഉമ്മയ്ക്ക് കൊടുക്കും. വാപ്പ ഒരു ലോറി ഡ്രൈവറാണ്. ഈ ഗുജറാത്തിലൊക്കെ കുട്ടികളുടെ പേരിൽ ജനിച്ചു കഴിഞ്ഞാൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുന്ന് ഷെയർ മാർക്കറ്റിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കും ഒരു പ്രായമാകുമ്പം. അവരെ എൻ്റർപ്രൈസിങ് ആക്കിയിട്ട് ബിസിനസ് എക്യുപ്മെൻറ്റ് വളർത്തുക എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ആ കുട്ടികളോട് ബായ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലി കോക്കനട്ട് റിസോർട്ടിലെത്തി. Booking.com വഴി പേ അറ്റ് ഫെസിലിറ്റി ഓപ്ഷൻ വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നാലും കയറി നോക്കാം. ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെ എക്സാക്ട്ലി? ഇത് ഗോകർണ, കുട്ല ബീച്ച് റോഡ്. കുട്ല ബീച്ച് റോഡ്. എത്ര കിലോമീറ്റർ? ഇപ്പം നമ്മൾ ട്രെയിനിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? ട്രെയിനിൽ വന്നെങ്കിൽ മാതൻഗിരി ഉണ്ട്, അവിടെ വന്നിട്ട് അവിടുന്ന് 7 കിലോമീറ്റർ ആവും മാതൻഗിരി. കാറിൽ വരികയാണെങ്കിൽ? കാറിൽ വന്നെങ്കിൽ എനിക്ക് ഡയറക്റ്റ് വിടുക. ഒരു മാതൻഗിരി ക്ലാസ്സിൽ ഒരു 15 കിലോമീറ്റർ ആവും. 15 കിലോമീറ്റർ. പറയാതെ വയ്യ, എക്സ്ട്രാ ഫ്രണ്ട്ലി സ്റ്റാഫാണ്. അവർ പറഞ്ഞു Booking.com വഴിയുള്ള ബുക്കിംഗ് ക്യാൻസൽ ചെയ്തോളൂ, അവിടെ നേരിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ടെൻറ്റ് ഞാൻ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടെൻറ്റ് തന്നെ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഗോ ഫോർ ടെൻറ്റ്. റിസപ്ഷൻ ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സോർബാസ് ആയിട്ടുള്ള കഫേയാണ്. ഈ കഫേയിൽ നല്ല മിൽക്ക് ഷേക്ക് കിട്ടുന്നുള്ളത് എനിക്കറിയാം. മാത്രമല്ല ഇവിടുത്തെ ബർഗർ ഗോകർണയിലെ ഏറ്റവും ബെസ്റ്റാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. നോക്കാം. പിന്നെ ഈ ഫുഡ് ഓപ്ഷൻസ് എങ്ങനെയാണ്? റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ചൊന്ന് പറയാം. റെസ്റ്റോറൻറ്റ് സീ ഫുഡാണ് വാങ്ങിക്കാറ് ഇവിടെ. സീ ഫുഡാണ്. ഓക്കെ. നമ്പർ 1 ഫിഷ് ഉണ്ടാവും. പിന്നെ ഗോകർണ സ്പെഷ്യൽ ഉണ്ടാവും. ഗോകർണ സ്പെഷ്യൽ. പിസ്സ ഇവിടെ നിന്ന് മെയിൻ ഇതാണ് പിസ്സ. ഓക്കെ. ഗോകർണ വെച്ചിട്ട് നമ്പർ 1 ആണ് ഇപ്പോൾ പിസ്സത്തിൻ്റെ. ഓ ഇസ് ഇറ്റ്? ഓക്കെ. പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ആണോ? ഇത് പെറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ? പെറ്റ് കൊണ്ടുവരാൻ പ്രശ്നമില്ല, കുഴപ്പമില്ല. പ്രശ്നമില്ല. ആ കഫേൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഈ പാക്കേജിൽ 1500 ടെൻറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ആ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരട്ടെ. അതിന് കഴിഞ്ഞിട്ട് ലഗേജ് ടെൻറ്റിൽ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് നമുക്ക് പരിസര പ്രദേശങ്ങളൊക്കെ നോക്കിയപ്പം ഒരു നോർമൽ ആംബിയൻസ്, ചൂട് നല്ലോണം കേട്ടോ. ആംബിയൻസസ് ഓക്കെ എന്ന് വേണേൽ പറയാൻ പറ്റും. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, വിശാലമായ പാർക്കിംഗ് ആണ്. പിന്നെ കുറേ മരങ്ങളുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം തണൽ ഇവിടെ ഭയങ്കര ചൂടാണ്, ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അതേപോലെ ഓണറിൻ്റെ മകൻ, ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം, മൂപ്പര് വന്നിട്ട് നമ്മളടുത്ത് എന്തൊക്കെ പിക്നിക് സ്പോട്ട്സ് ഉണ്ട്, എവിടെയൊക്കെ പോകണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പറഞ്ഞിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓപ്ഷൻസ് അവൈലബിൾ എന്ന് പറയുന്നത് ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലിക്ക് ഇങ്ങനെ വെള്ള കളറിലൊരു ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. അത് കോംപ്ലിമെൻ്ററി ആണ്. അതിൻ്റെ പുറമെ ഉപ്മാവും ഉണ്ട്. ഞാൻ ആദ്യം ഇഡ്ഡലി ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ പുറമെ ഞാനൊരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ വല്ല ഓംലേറ്റോ അങ്ങനെയും പറയാൻ പറ്റും കേട്ടോ. കുഴപ്പം പറയാൻ പറ്റില്ല, നല്ല എരിവുള്ള ചട്നിയാണ്, ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും കുഴപ്പമില്ല. സാധാരണ ഒരു വെജ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുപോലെ പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്മാവാണ്, സോൾട്ട് മാംഗോ ട്രീ. അതിൽ അയ്യോ മധുരമാണ്. ഇഡ്ഡലിയാണ് നല്ല ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ അക്കോമഡേഷൻ ഓപ്ഷൻസ് അവൈലബിൾ? അക്കോമഡേഷൻ AC റൂമുണ്ട്, നോൺ AC, പിന്നെ ബേസിക് റൂം 14 ബെഡ്റൂം ഉണ്ട്. ഓക്കെ. 6 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം ഉണ്ട്. ഓക്കെ. പിന്നെ ടെൻസ് ഉണ്ട്. ഇപ്പോൾ ടെൻസ് ഉണ്ട്. അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും അല്ലേ? റേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഡിസംബറിൽ കൂട്ടിയിട്ടാവും. ഓക്കെ. പിന്നെ വീക്കെൻഡിൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നതാണോ നല്ലത്, നേരിട്ട് വരുന്നതാണോ നല്ലത്? ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈനിൽ പറ പ്രശ്നം നമ്പർ എടുത്തിട്ട് ഇത് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ. ഈ ഒരു പാൻ വ്യൂവിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റിസോർട്ട് എന്താണെന്നുള്ളത്. രാത്രി നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്പീക്കറൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് പാട്ട് പാടാം. പല പല ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. ചെറുതായിട്ട് തീയെ കൂട്ടിയിട്ട് നമുക്ക് ചുറ്റും ഡാൻസ് കളിക്കാം. നല്ല രീതിയിൽ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത്. 2-3 വോളിബോളിൻ്റെ കോർട്ട് കാണുന്നുണ്ട്. സോ കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ന്യൂ ഇയറിൽ ഒരു DJ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു മൊത്തത്തിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ കോക്കനട്ട് റിസോർട്ട് എന്ന് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞ വോളിബോൾ കളിക്കാനുള്ള സ്പോട്ട് ഇതാണ്. ബാക്കിൽ കാണുന്ന സെറ്റപ്പ് ഇല്ലേ, ആ വീട് അതെന്ന് പറഞ്ഞാൽ നോൺ AC ആണേ. നോൺ AC നിങ്ങൾക്കൊരു 2000 രൂപയ്ക്ക് കിട്ടാവുന്ന കാര്യമാണത്. AC റൂമുണ്ട് 2500 രൂപയ്ക്ക്, ടെൻറ്റ് 1500 രൂപയ്ക്ക്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഏക്കർ 2 ഏക്കറിലുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ബാക്കിൽ കാണുന്ന ടെൻറ്റ് ഓപ്ഷന് 1500 രൂപയാണ്. ഈ ബാക്കിൽ കാണുന്ന ടെൻറ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് റിസോർട്ടിൽ വളരെ ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ 1500 രൂപേൻ്റെ ടെൻറ്റ് എന്ന് പറയുന്നത്. തണുപ്പ് കുറച്ച് കുറവാണ്. ഒരു ചെറിയൊരു ഫാൻ ഉണ്ടാവും, പിന്നെ ഒരു ബെഡ് വെച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ജന്തുക്കളൊന്നും വരില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. കോക്കനട്ടിലെ ഈ ഏക്കറയിലുള്ള ഒരു ലോഡ്ജിങ് ഓപ്ഷനാണ് ഈ ഒരു ടെൻ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ടെൻ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ട്രക്ക് ചെയ്തിട്ട് കുന്നിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ടെൻ്റ് കെട്ടാം. അതേപോലെ ബീച്ചിൻ്റെ അടുത്ത് വൈറ്റ് സാൻഡിൽ ടെൻ്റ് കെട്ടാം. ഇതെന്ന് പറയുന്നത് ഈ റിസോർട്ടിൽ വളരെ ചീപ്പായിട്ട് ടെൻ്റ് കെട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. കണ്ടില്ലേ ടെൻറ്റിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റീസ്? 2 പില്ലോ ഉണ്ട്, നമ്മളെ ഫോണ് ചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ ഒരു ഫാൻ ഉണ്ട്, പുതപ്പുണ്ട്. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കൂടുതലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ടെൻറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, രസമാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അതേപോലെ തന്നെ കണ്ടില്ലേ ഒരു വിൻഡോ പോലെ വെച്ചിട്ടുണ്ട്. ചൂട് കുറച്ച് കൂടുതലാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് സാധാരണ മുറ്റത്തിൽ ഇവർ ജസ്റ്റ് വെറുതെ വിരിച്ചിരിക്കുകയാണ് ബെഡ്. ഈ ടെൻറ്റില്ലേ, ടെൻറ്റ് നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്ക് കൊടുക്കോ? വലിയ ടെന്റ് ഉണ്ടാവോ? ഇതിപ്പോ ഇൻഡിവിജ്വൽ 2 പേർക്കല്ലേ പറ്റുള്ളൂ? ഒരു ഗ്രൂപ്പായിട്ട് 14 ബെഡ്റൂം ഉണ്ട്. ഓക്കെ, വിത്ത് AC. നിങ്ങൾ ടെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ടോയ്ലറ്റ്സും പബ്ലിക് വാഷ്റൂംസും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈവറ്റ് പാർക്കിംഗ് അവൈലബിൾ ആണ്. നിയർ ബീച്ച് നിയർ ആണ്. 300 മീറ്റേഴ്സ് കൂടുതൽ ബീച്ച് ഉണ്ട്. ടെമ്പിൾസ് ഒരു 300 മീറ്റേഴ്സ് ഉണ്ട്. ഹിൽ ടോപ്പ്, ബാക്ക് സൈഡ് ഹിൽ ടോപ്പ്, ഫുൾ വ്യൂ ഉണ്ട്. മറ്റേ ഇതിൻ്റെ ഓക്കെ. വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്? ഫെസിലിറ്റി പറഞ്ഞാൽ ഇവിടുന്ന് മെയിൻ ഇതുണ്ട്. ഞങ്ങളത് ക്രൂസ് ഉണ്ട്. ഞങ്ങളത് ക്യാമ്പ് ഫയർ ഉണ്ട്. ഓക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിന് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ഉണ്ട്. ഓക്കെ. ഈവനിങ് സ്നാക്സ് ഉണ്ടോ? സ്നാക്സ് ഉണ്ട്. ഓക്കെ. ഡിസംബറിലാണ് കുറച്ച് ഇതാക്കിയത് ഞങ്ങൾ. ഡിസംബറിൽ ബാക്കിലൊരു കുന്ന് കണ്ടില്ലേ? രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺ റൈസ് കാണാൻ പറ്റും, അതേപോലെ സൺസെറ്റും. ഇതിൻ്റെ ജസ്റ്റ് ബാക്കിലാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കുന്നാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഗോകർണ മൊത്തം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ബീച്ചും കാണാൻ പറ്റും. എത്രയായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 2 കൊല്ലമായി. ടൈമിംഗ് ഒന്ന് പറയുമോ റെസ്റ്റോറൻറ്റിൻ്റെ? ടൈം മീൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം 11 o'clock ലാസ്റ്റ് ആണ് ഓർഡർ. 11 o'clock ലാസ്റ്റ് ഓർഡർ. ബാർ അറ്റാച്ച്ഡ് ആണോ? ഏത് ബാർ അറ്റാച്ച്ഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബിയർ പ്രൊവൈഡ് ചെയ്യാം, ലിക്കറും പ്രൊവൈഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. ഓക്കെ. സേഫ്റ്റിയാണ് ഇവിടെ ആക്ച്വലി. ഗോകർണ നമ്പർ 1. നിങ്ങൾക്ക് ഗോകർണ പാക്കേജ് ഉണ്ടോ? പാക്കേജിന് റെഡിയാക്കണം ഇപ്പം. ആക്ച്വലി പാക്കേജ് മീൻസ് എനിക്ക് എല്ലാം ഉണ്ടാവും പാക്കേജിന്. അതിപ്പോൾ ഗോകർണ പാക്കേജ് ഇപ്പം ഇത്രയും സ്ഥലം സൈറ്റ് സീയിങ് അതൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ടോ? അപ്പം സ്കൂബ ഡൈവിങ് ചെയ്യാൻ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇപ്പം ജനുവരിയിൽ പിന്നെ തുടങ്ങും. ആണോ? ഓക്കെ. താങ്ക് യു. സോ ഇവിടുത്തെ 1 day സ്റ്റേ കഴിഞ്ഞിട്ട് ഞാൻ ഗോകർണയിലെ നമ്മുടെ കോക്കനട്ട് ട്രീ റിസോർട്ടിൽ നിന്ന് ലീവ് ചെയ്യാണ്. നിങ്ങൾ വരുമ്പം വളരെ ചീപ്പായിട്ട് ഗോകർണ ബീച്ചിൻ്റെ അടുത്ത് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഗോകർണ നമ്മുടെ കോക്കനട്ട് ട്രീ റിസോർട്ട് എന്ന് പറയുന്നത്.